ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ രോഗം, അതിൻ്റെ പ്രതിരോധം, രോഗനിർണയം, ചികിത്സ, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത്, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം, സ്നേഹതാളം എന്ന ഒരു വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന NGO കേരള ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് ഒരു പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി. അതായത് ക്യാൻസർ സേഫ് കേരള അല്ലെങ്കിൽ ക്യാൻസർ വിമുക്ത കേരളം എന്നൊരു ആശയമാണ് ഇവിടെ നടപ്പാക്കാൻ ഈ NGO മുന്നോട്ട് വന്നത്. ഇത് ഒരു വളരെ നല്ല വിപ്ലവകരമായ ഒരു സംഗതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. SUT ഹോസ്പിറ്റൽ ഈ ക്യാൻസർ സേഫ് കേരളയുടെ ഒരു ഭാഗമാണ്. ഞങ്ങളത് വോളണ്ടിയറി ചെയ്ത് ഭാഗമായിരിക്കുകയാണ്. അതുപോലെ വേറെ സിറ്റിയിലുള്ള പല ഹോസ്പിറ്റൽസും ഉണ്ട്, സംസ്ഥാനത്ത് എമ്പാടുമുള്ള ഹോസ്പിറ്റൽസും ഉണ്ട്. ഇതിന് നല്ല സ്വീകരണവും നല്ല ഒരു റിഫ്ലക്ഷനുമാണ് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്താണ് ഈ ക്യാൻസർ സേഫ് കേരള? ക്യാൻസർ സേഫ് കേരളം എന്ന് പറയുമ്പോൾ ക്യാൻസർ പ്രതിരോധം, അതിനുശേഷം ഏർലി ഡിറ്റക്ഷൻ, അതും കഴിഞ്ഞാൽ ചികിത്സ, ഈ 3 കാര്യങ്ങളും കൂടെ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് ഈ ക്യാൻസർ സേഫ് കേരള സ്വീകരിച്ചിട്ടുള്ളത്. അതിനായിട്ട് സംസ്ഥാനത്തെമ്പാടും ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. SUT തന്നെ 3-4 ക്യാമ്പുകൾ ഇതിന് നടന്നു കഴിഞ്ഞു. ഈ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഗിഫ്റ്റ് ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. വളരെ അഭൂതപൂർവമായ ഒരു പ്രതികരണമാണ് ഞങ്ങൾക്ക് ഈ ഗിഫ്റ്റ് ഓഫ് ഗേൾസിന് ലഭിച്ചത്. ക്യാൻസർ രോഗികൾക്ക് വിഗ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പലർക്കും, പ്രത്യേകിച്ചും സ്ത്രീകൾ, മുടി ദാനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ഗിഫ്റ്റ് ഓഫ് ഗേൾസിൽ നടന്നത്. സ്ത്രീകളോട് മുടി മുറിക്കണം അല്ലെങ്കിൽ മുടി ദാനം ചെയ്യണം എന്നാവശ്യപ്പെടുന്നത് തന്നെ ഒരു കടുങ്കൈയാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ ആ പ്രോഗ്രാമിന് ഏതാണ്ട് 200ഓളം പേർ എത്തിയെന്നുള്ളത് എന്നെ അതിശയിപ്പിച്ചൊരു സംഗതിയാണ്. ഇവിടുത്തെ 8 ഡോക്ടർമാരും ഒരു 60ഓളം സ്റ്റാഫും ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നൊരു സംഗതിയാണ്. ഏതാണ്ട് 200ഓളം പേർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മുടി കേശദാന പരിപാടിയിൽ പങ്കെടുത്തു. അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? നമ്മുടെ സമൂഹത്തിന് ഇപ്പോഴും മനുഷ്യത്വം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. നഷ്ടപ്പെട്ടു എന്ന് തോന്നാവുന്ന സംഗതികളൊക്കെ പലതും ചുറ്റും നടക്കുന്നുണ്ടെങ്കിലും മനുഷ്യത്വം, ആ മാനവികത ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും ആൾക്കാർ ഇത്രയും ഒരു സേവന മനോഭാവത്തോടുകൂടി വന്ന് കേശം ദാനം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യ നന്മ ചെയ്യാൻ താല്പര്യമുള്ള വളരെയധികം വ്യക്തികളുണ്ട്, സംഘടനകളുണ്ട്, ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ട്. ഇതിനെയെല്ലാം ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു ക്യാൻസറിനെതിരായിട്ടുള്ള ഒരു പടനീക്കം തന്നെ നടത്തേണ്ട കാലമായിരിക്കുന്നു. അതിന് നേതൃത്വം നൽകുകയാണ് സ്നേഹതാളം ചെയ്യുന്നത്. ഇതുപോലെയുള്ള സംഘടനകളും സർക്കാരിനെ സഹായിക്കുന്ന മറ്റ് വ്യക്തികളും, ഇൻഡിവിജ്വൽസ് ആയാലും കൊള്ളാം, സംഘടനകളായാലും കൊള്ളാം, ഇവരെല്ലാം ചേർന്ന് ഒരു ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ, അതുപോലെ തന്നെ ക്യാൻസർ ഏർലി ഡിറ്റക്ഷൻ ക്യാമ്പയിൻ, ആൻഡ് അതിനുശേഷം ഈ ഡിറ്റക്ഷനിൽ കൂടെ ക്യാൻസർ ഉണ്ടെന്ന് കാണുന്ന വ്യക്തികൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതൊരു വലിയ ചാലഞ്ചിങ് ടാസ്ക്കാണ്. ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത്തും പ്രശ്നവും നമ്മുടെ പോപ്പുലേഷനാണ്. ഇത്രയും ജനസംഖ്യയുള്ളൊരു രാജ്യത്ത് ഈ പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സംഗതിയാണ്.
പ്രതിരോധം തന്നെ ഒരു ബുദ്ധിമുട്ട് ഉള്ള സംഗതിയാണ്. അപ്പോൾ ഇവിടെയാണ് സർക്കാർ സംവിധാനവും NGOസും അതുപോലെ വ്യക്തികളും, സഹായിക്കാൻ പറ്റുന്ന മനോഭാവമുള്ള വ്യക്തികളും എല്ലാവരും കൂടെ ചേർന്ന് ഒരു പടനീക്കം തന്നെ നടത്തേണ്ട ആവശ്യം ഇന്ന് ഉണ്ട്. അവിടെയാണ് ഈ ക്യാൻസറിനെ പ്രതിരോധിക്കണം എന്ന ഒരു അവബോധം നമ്മുടെ സമൂഹ മനസ്സിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ വിജയമായിട്ട് ഞാൻ കരുതുന്നു. നമുക്ക് ക്യാൻസർ ഡേ, ക്യാൻസർ വീക്ക്, ക്യാൻസർ മന്ത് എന്നൊക്കെ പറഞ്ഞ് പല ഇൻ്റർനാഷണൽ ഏജൻസീസ് ആഹ്വാനം ചെയ്യുന്നുള്ള ദിനങ്ങളും ആഴ്ചകളും മാസങ്ങളും ഒക്കെ ഉണ്ട്. അതിനെല്ലാം അപ്പുറം ക്യാൻസർ ഒരു വലിയ വിപത്തായി കണ്ട് ആ വിപത്തിന് എഗെയിൻസ്റ്റായിട്ട് ഒരു എല്ലാവരും ചേർന്ന, കംപ്ലീറ്റ് സമൂഹം ചേർന്നൊരു മൂവ്മെൻറ്റാണ്, ഒരു ക്യാമ്പയിനാണ് ഇന്ന് നടക്കേണ്ടത്. അതിനുള്ള തുടക്കം നമ്മൾ കാണുന്നു. അത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അത് വിജയിപ്പിക്കാനുള്ള നമ്മളൊക്കെ തന്നെയാണ് അത് വിജയിപ്പിക്കുന്നത്. നമ്മളെല്ലാവരും അതിൽ ഇൻവോൾവ് ആകണം എന്നും കൂടെ പറഞ്ഞു വെച്ചേക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.